മോഡലുമായ ഷെഫാലി ജരീവാല. 42 വയസ്സാണ് പ്രായം. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായ ടച്ച് കൊടുത്ത എനർജറ്റിക് ആയ കലാകാരി. ഫിറ്റ്നസിൽ അമിത ശ്രദ്ധ കൊടുത്തിരുന്ന നടിയുടെ മരണകാരണം ഹൃദയസ്തംഭനമാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. 2002 പുറത്തിറങ്ങിയ കാണ്ടാലഗ എന്ന റീമിക്സ് മ്യൂസിക് വീഡിയോയിലൂടെയാണ് ഷെഫാലി പ്രശസ്തിയായത്. ഈ ആൽബം വൻ ഹിറ്റായിരുന്നു. 2000 തുടക്കത്തിൽ പോപ്പ് സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായി മാറിയ ഈ വീഡിയോ ഷെഫാലിയെ ഒരു ദേശീയ താരമാക്കി മാറ്റി. 2019 ബിഗ് ബോസ് 13ാം സീസണിൽ പങ്കെടുത്തതോടെയാണ് വീണ്ടും ഷെഫാലി ജനശ്രദ്ധ നേടിയത്. കാഴ്ചയിൽ അതിസുന്ദരിയായ ഷെഫാലി എല്ലാ മാസവും പ്രായം കുറയ്ക്കാനുള്ള ആന്റി ഏജിംഗ് ഇഞ്ചക്ഷനുകളും മരുന്നുകളും എടുത്തിരുന്നു. മരിക്കുന്ന ദിവസം ജൂൺ 27-ന് അന്തേരിയിലെ വീട്ടിൽ കുടുംബാംഗങ്ങൾ സംഘടിപ്പിച്ച പൂജയുടെ ഭാഗമായി ഉപവാസത്തിലായിരുന്ന ഷെഫാലി ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ പ്രായം കുറയ്ക്കാനുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അനേകം മലയാളികൾ ഗ്ലൂട്ടാത്തയോൺ കഴിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഷെഫാലിയുടെ മരണവാർത്ത ഞെട്ടലുണ്ടാക്കുന്നത്. ചെറുപ്പം നിലനിർത്താനും സ്കിൻ നല്ല പോലെ തിളങ്ങാനും വൈറ്റമിൻ സി, ഗ്ലൂട്ടാത്തയോൺ IV ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് കുടിക്കുന്നവരെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽസുകളിലായി കാണുന്നത്. വെറും 8 ആഴ്ച കൊണ്ടാണ് മുഖത്തെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും എല്ലാം മാറിയതെന്ന് പറയുന്ന പല ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് തുടങ്ങി സെലിബ്രിറ്റീസിൽ വരെ എത്തി നിൽക്കുന്നു ഗ്ലൂട്ടാത്തയോൺ. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്നോ ദൂഷ്യഫലങ്ങളെന്നോ ആരും പരിശോധിക്കാൻ പോലും കൂട്ടാക്കാറില്ല. നമ്മുടെ ശരീരത്തിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ഗ്ലൂട്ടാത്തയോൺ. അമിനോ ആസിഡുകളായ ഗ്ലൈസിൻ, സിസ്റ്റൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നിവയിൽ നിന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുമ്പോൾ ചർമ്മം വെളുത്തതായിത്തീരുന്നതിന്റെ കാരണം ഇത് ഇരുണ്ട മെലാനിൻ പിഗ്മെന്റുകളെ നേരിയ പിഗ്മെന്റുകളാക്കി മാറ്റുകയും മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റുകളെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നതിനാലാണ്. മെലാനിൻ കുറയുമ്പോൾ ചർമ്മത്തിന്റെ ഇരുണ്ട നിറം കുറയുകയും ചർമ്മം കൂടുതൽ നിറമുള്ളതായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ പാർശ്വഫലങ്ങളോ അതും അത്ര ചെറുതല്ല. വയറുവേദന, വയറുവീർക്കൽ, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ പോലുള്ള അലർജി എന്നിവ ഉണ്ടായേക്കാം. എല്ലാ മരുന്നും എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ ഘടനയെയും പ്രായത്തെയും ആശ്രയിച്ചിരിക്കും അതെല്ലാം. വിശ്വാസ്യതയും പ്രവൃത്തി പരിചയമുള്ള ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട വിധത്തിലുള്ള വിദഗ്ധോപദേശം തേടിയതിനു ശേഷം മാത്രമേ ഇത്തരം ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ പാടുള്ളൂ.